ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു ഊണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് കടച്ചക്ക നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കടച്ചക്ക ആ സെൻറ്ററിലുള്ള കൂനൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന കടച്ചക്ക നമ്മളൊരു പാത്രത്തിലോട്ട്, അതായത് ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് മഞ്ഞപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യണത്. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5-7 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ കടച്ചക്ക വെന്ത് കഴിയും. അപ്പം ഈ വേവണ സമയം നമുക്ക് നേന്ത്രക്കായ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഉപ്പ്, കായത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഓവറായിട്ട് കുറുകും വേണ്ട, ലൈറ്റ് വെള്ളവും വേണ്ട, അതേപോലെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇത് നേന്ത്രക്കായയുടെ തൊലി കളഞ്ഞ്, ഓവറായിട്ട് തൊലി കളയണ്ട, ലൈറ്റായ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നന്നായി പുരട്ടി കൊടുക്കുക, എല്ലാ കായവും പിടിക്കുന്ന രീതിയിൽ. ഇനി അതൊരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ. ഈ സമയം നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാം. 1 കപ്പ് പരിപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കുറച്ച് ഓയിലും വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണേയും ചേർത്ത് കുക്കറിൽ വിസിലടിക്കാൻ വെക്കാം. ഇനി നമ്മൾ കടച്ചക്കയ്ക്കുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നാളികേരത്തിൻ്റെ കൊത്ത് ചെറുതായി ചേർത്ത് കൊടുത്ത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് വാടി കഴിഞ്ഞാൽ അതിലോട്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് ഉണക്കമുളക് പൊടിച്ച 1 ടീസ്പൂണും കൂടിയും ചേർത്തതിന് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കായ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വെക്കുക. ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വാഴക്ക ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലോട്ട് എണ്ണ തിളപ്പിക്കുക. ഈ സമയം നമ്മുടെ ചോറ് വന്നിട്ടുണ്ട്. കടുക് പൊട്ടിച്ച്, ഉലുവ പൊട്ടിച്ച്, കറിവേപ്പിലയും ഉണക്കമുളകും പൊട്ടിച്ച്, 2 സവാള, 1 തക്കാളി, പിന്നെ 1 മുരിങ്ങക്കായും കൂടിയും ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് പുളിവെള്ളവും വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. രസത്തിന് വേണ്ടിയിട്ട് കുരുമുളക്, ജീരകം, മല്ലി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചതിന് ശേഷം പുളിവെള്ളം, തക്കാളി കൈകൊണ്ട് ഉടച്ചും കൂടിയും ചേർത്ത് മല്ലിയിലയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി. പപ്പടം കാച്ചി ഒരു ചെറിയൊരു ഊണ്. അപ്പം നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചില്ലേ? അപ്പം ബൈ ബൈ ഫ്രണ്ട്സ്.